വെരി ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇതുവരെയായിട്ടും നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സ്ട്രക്ചറൊക്കെ പഠിച്ചു. ഇനി അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി, ഒരു സെഗ്മെൻറ്റ് ഓഫ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നതാണ് കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മൾ നിങ്ങളുടെ ലാസ്റ്റ് സെമ്മിൽ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. എന്താണ് ഒരു കോപ്പറേറ്റീവ് ബാങ്ക്, അവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എനിവേ നമ്മൾ ഈ ഒരു സിലബസ് ഉള്ളത് കൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നു മാത്രം. കാരണം ആ ഒരു സബ്ജക്റ്റിൻ്റെ ഓൾമോസ്റ്റ് സിലബസിൽ കവർ ചെയ്തത് കോപ്പറേറ്റീവ് ബാങ്ക്സും അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സും അതേപോലെ അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷൻസൊക്കെ ആയിരുന്നു. എനിവേ നമ്മുടെ ഈ ഒരു സിലബസ് ഇൻക്ലൂഡ് ചെയ്തതിൻ്റെ ടോപ്പിക്സ് മാത്രം നമ്മളിവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നു എന്ന് മാത്രം. ഓക്കെ, ഇതിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് മെമ്പേഴ്സ് ബാങ്ക് എന്നാണ് പറയുക. കാരണം ആരാണോ അത് ഫോം ചെയ്യുന്നത്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, അവർ തന്നെ ആയിരിക്കും അതിൻ്റെ മെമ്പേഴ്സും അതേസമയം അവരുടെ കസ്റ്റമേഴ്സും അതേപോലെ അതിൻ്റെ ഓണേഴ്സൊക്കെ. അതുകൊണ്ടാണ് കോപ്പറേറ്റീവ് ബാങ്കിനെ മെമ്പേഴ്സ് ബാങ്ക് എന്നും കൂടി നമ്മൾ പറയാറുണ്ട്. നോർമലി ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കോമൺ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യാനായിരിക്കും. ഒന്നുകിൽ സെയിം ലൊക്കാലിറ്റിയിൽ താമസിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സെയിം പ്രൊഫഷനിൽ ഉള്ള ആൾക്കാരായിരിക്കും. ഇത്തരത്തിലുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, നോർമലി കോപ്പറേറ്റീവ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ കോപ്പറേറ്റീവ് ബാങ്ക് ഓഫേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ബാങ്കിങ് സർവീസസ് അതേപോലെ ഫിനാൻഷ്യൽ സർവീസസ് ഒക്കെ അവരുടെ മെമ്പേഴ്സിന് കോപ്പറേറ്റീവ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നോർമലി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് ബാങ്ക്സ് രജിസ്റ്റർ ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 അതേപോലെ ഇത് ഗവേൺ ചെയ്യുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ്. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ആക്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ആൻഡ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അതേപോലെ ഇത് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ പ്രിൻസിപ്പിൾ ഫോളോഡ് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. നമുക്കറിയാം ഒരു കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾ തന്നെ, കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നതെന്ന് ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ്. അതേപോലെ തന്നെയാണ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രിൻസിപ്പിളും വരുന്നത്, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്നുള്ളതാണ്. അതേപോലെ ഇവർ ഫോളോ ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് 1 മെമ്പർ 1 വോട്ട് എന്നുള്ളതാണ്. ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരാൾക്ക് എത്ര ഷെയർസ് ഉണ്ടെങ്കിൽ പോലും അതിൽ ഒരു മെമ്പർക്ക് ഒരു വോട്ട് മാത്രമേ കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ 2 മെമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുക, ഒരാൾക്ക് 100 ഷെയർ ഉണ്ട്, ഒരാൾക്ക് 10 ഷെയർ ഉണ്ടെന്ന് എടുക്കുക. 2 പേർക്കും ഒറ്റൊരു വോട്ട് മാത്രമേ കിട്ടുള്ളൂ. അവരുടെ ഷെയർസിൻ്റെ ബേസിലല്ല വോട്ട്, ഒരു മെമ്പർ 1 വോട്ട് എന്ന് പറയുന്ന പോളിസിയാണ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോളോ ചെയ്യുന്നത്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം കമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് അവരുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. പക്ഷേ ഈ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നമുക്കറിയാം എല്ലാ കോപ്പറേറ്റീവ് സെക്ടേഴ്സിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് സർവീസ് ഓറിയൻറ്റഡ് ആണ്, അല്ലെങ്കിൽ ഈ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ എന്നുള്ളതാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. നോർമലി കോപ്പറേറ്റീവ് ബാങ്ക്സ് ഫങ്ഷൻ ചെയ്യുന്നത് റൂറൽ സെക്ടേഴ്സിലാണ്, അർബൻ സെക്ടേഴ്സിലും ഉണ്ട്, പക്ഷെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ്. അഗ്രികൾച്ചർ, അതേപോലെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, അതേപോലെ സ്മോൾ സ്കെയിൽസ് ഇൻഡസ്ട്രീസിന് അവരൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന സിസ്റ്റം ഇന്ത്യയിൽ വന്നേക്കുന്നത്. പക്ഷേ കോപ്പറേറ്റീവ് ബാങ്കും കമേഴ്ഷ്യൽ ബാങ്കും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റീവിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിങ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബാങ്കിങ് സർവീസസിലും ഡിഫറൻസ് ഉണ്ട്. കമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ കോപ്പറേറ്റീവ് ബാങ്ക്സ് കമേഴ്ഷ്യൽ ബാങ്കിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലിമിറ്റഡ് ബാങ്കിങ് സർവീസസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അവരുടെ സ്ട്രക്ചറിൻ്റെ ഒരു ലിമിറ്റേഷൻ തന്നെയാണ്. It provides only limited banking services. Next, we can discuss about the functions of or objective of cooperative banks. The main objective of cooperative bank is to facilitate rural financing. ഓൾറെഡി പറഞ്ഞു, റൂറൽ സെക്ടേഴ്സിൽ കൂടുതൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഓഫർ
ലോൺസ് ഓർ അഡ്വാൻസസ് അറ്റ് ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കമേഴ്ഷ്യൽ ബാങ്കിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർ ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും ലോ ആണ്. ദേ മെയിൻലി അഡ്വാൻസസ് ലോൺസ് ടു ദി ഫാമേഴ്സ് ഓർ അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഫാമേഴ്സിനും അതേപോലെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസിനുമാണ് കൂടുതൽ അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ റൂറൽ ഇൻഡസ്ട്രീസിനും ലോൺസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഒരു കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ ഇത്രയും പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഫീച്ചേഴ്സ് ഓഫ് ദി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എഴുതാമെന്ന് മാത്രമാണ്. ഒന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ബേസിക്കലി റൂറൽ ഓറിയൻറ്റഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, മെജോറിറ്റി ഓഫ് ദി കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഫങ്ഷനിങ് ഇൻ റൂറൽ ഏരിയാസ്. അതേപോലെ ദേ മെയിൻലി provide finance to agriculture and agriculture related activities. The rate of interest is comparatively very low while comparing with commercial bank. അതേപോലെ കോസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ഓൾസോ വെരി ലോ. ദ മെയിൻ മോട്ടീവ് ഈസ് സർവീസ് ആൻഡ് വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. ദേ ഡോണ്ട് ഫോക്കസ് ഓൺ പ്രോഫിറ്റ് മോട്ടീവ്. അതേപോലെ കോപ്പറേറ്റീവ് ബാങ്കിന് ഒരു ഫെഡറൽ സ്ട്രക്ചർ ഉണ്ട്, ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പ്രൈമറി ലെവല്, ഡിസ്ട്രിക്ട് ലെവല്, അതേപോലെ സ്റ്റേറ്റ് ലെവല്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഫെഡറൽ ഇൻ നേച്ചർ. വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദി കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള കോപ്പറേറ്റീവ് ബാങ്കിങ്ങിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 ടയർ സ്ട്രക്ചറാണ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ളത്. അതിലേറ്റവും ലോവർ ലെവലിൽ പ്രൈമറി ലെവൽ സൊസൈറ്റീസ് ആണ്. പ്രൈമറി ലെവൽ സൊസൈറ്റീസ് എന്ന് പറയുമ്പം ബോത്ത് ഇൻ വില്ലേജ് ഓർ റൂറൽ ആൻഡ് സിറ്റീസ്, രണ്ട് രീതിയിലും റൂറൽ ഏരിയാസിലും അതേപോലെ സിറ്റീസിലും പ്രൈമറി സൊസൈറ്റീസ് ഉണ്ട്. അർബൻ ഏരിയാസിലും ഉണ്ട്, റൂറൽ ഏരിയാസും ഉണ്ട്. അതാണ് നമ്മുടെ ഈ സ്ട്രക്ചറിൻ്റെ താഴെ കാണുന്ന രണ്ട്, ഇൻ വില്ലേജ് ആൻഡ് ഇൻ സിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്. അതേപോലെ അതിൻ്റെ ഏറ്റവും അപെക്സ് സൊസൈറ്റീസ് ആയിട്ട് സ്റ്റേറ്റ് ലെവൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്. ഇതാണ് ഒരു ഇന്ത്യൻ കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചറിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്.